ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ PSC നടത്തിയ പരീക്ഷകളിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം PSC റിപ്പീറ്റ് ചെയ്ത പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. സോ ഇനി നടക്കാൻ പോകുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യത കൂടുതലുമാണ്. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് പോയാലോ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ഉത്തരം ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആര്? ഇക്ബാൽ സിംഗ് ലാൽപുര. ക്വസ്റ്റ്യൻ നമ്പർ 2. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ഓപ്ഷൻ ബി ആണ്, അതായത് അമിതാഭ് കാന്താണ് ഉത്തരം. 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ഉത്തരം അമിതാഭ് കാന്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ക്വസ്റ്റ്യൻ. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, PSLV C-57. PSLV C-57. ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, PSLV C-57. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻ സി ആണ്, നർഗേസ് മുഹമ്മദി. ഏതാണ്? ഓപ്ഷൻ സി, നർഗേസ് മുഹമ്മദി. 2023 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നർഗേസ് മുഹമ്മദി. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ബി, പ്രകാശം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഓപ്ഷൻ ബി, പ്രകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. ഓപ്ഷൻ എ, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ്. ഓപ്ഷൻ എ, ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ള സംസ്ഥാനമേത്? ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുള്ള സംസ്ഥാനമേത്? ഓപ്ഷൻ സി, മഹാരാഷ്ട്ര. ഒന്നുകൂടി വായിക്കാം. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ ഉള്ള കേസ് ഉള്ള സംസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ ആണ്, 107. അതായത് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം 107 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഏതാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഓപ്ഷൻ എ, നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ എ, നരേന്ദ്രമോദിയാണ്. എന്തായിരുന്നു? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഓപ്ഷൻ എ, നരേന്ദ്രമോദി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് ഏത്? അതായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത്? ഓപ്ഷൻ സി, കർത്തവ്യപഥ്. ഓപ്ഷൻ സി, കർത്തവ്യപഥ് എന്നാണ്. അതായത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരാണ് കർത്തവ്യപഥ്. നെക്സ്റ്റ്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ഉത്തരം ഓപ്ഷൻ സി, 18 ആണ്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 18 ആണ്.
നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? അതായത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സുമൻ ബെറിയാണ്. ഓപ്ഷൻ എ സുമൻ ബെറിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ഓപ്ഷൻ ബി ആണ്, എസ് കെ വസന്തൻ. ഓപ്ഷൻ ബി എസ് കെ വസന്തൻ. ഇപ്പം 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? എസ് കെ വസന്തൻ. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ബീഹാർ. ഓപ്ഷൻ എ ബീഹാറാണ്. അതായത് 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറാണ്. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ്, 2023 ഓഗസ്റ്റ് 23. 2023 ഓഗസ്റ്റ് 23. 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ടൊവിനോ തോമസ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ടൊവിനോ തോമസ്. അതായത് 2023 സെപ്റ്റിമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ടൊവിനോ തോമസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിച്ച വർഷം. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ എം എസ് സ്വാമിനാഥൻ. സ്വാമിനാഥൻ അന്തരിച്ച വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, 2023 മരിച്ചത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. അദ്ദേഹം അന്തരിച്ച വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. PSC മിക്കവാറും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ നോക്കിയത്. ഇനി വരുന്ന എക്സാമിനെല്ലാം ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നല്ലവണ്ണം മനസ്സിരുത്തി പഠിച്ചിട്ട് തന്നെ അടുത്ത PSC എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്